ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതൊരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ പ്രോഡക്റ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ഇതെന്ത് പ്രോഡക്റ്റ് ആണെന്ന് പറയാമോ എന്ന് ചോദിച്ച്. അപ്പോൾ ആ പ്രോഡക്റ്റ് ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഫ്രഷ് മിക്സ് അൾട്രാ ജ്യൂസർ, ക്രോംപ്ടന്റെ ഫ്രഷ് മിക്സ് അൾട്രാ ജ്യൂസറാണിത്. അപ്പോൾ ഇതൊരു ന്യൂലി ലോഞ്ച്ഡ് പ്രോഡക്റ്റ് ആണ്. അധികം ഒന്നും അത്രയൊരു ഇതായിട്ടില്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം. ഇത് 500 വാട്ട്സ് ആണ് ഇതിൻ്റെ പവർ വരുന്നത്. ഇതിന് 2 വർഷത്തെ വാറണ്ടിയാണ്. മൊത്തം മോട്ടറിനും ഫുൾ പ്രോഡക്റ്റിന് 2 വർഷത്തെ വാറണ്ടിയാണ് തരുന്നത്. അതും ഓൺസൈറ്റ് വാറണ്ടിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ പലതരത്തിലുള്ള ജ്യൂസർ കണ്ടിട്ടുണ്ട് അല്ലേ. മിക്സിയുടെ കൂടെ വരുന്ന ജ്യൂസറുണ്ട്, അതുപോലെ ഇപ്പോഴത്തെ ന്യൂട്രി മിക്സർ എന്ന് പറയുന്ന ജ്യൂസറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ജ്യൂസറുണ്ട്. അപ്പോൾ ഇതിലെന്താണ് ഡിഫറൻസ്, എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെ എന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ഫ്രഷ് മിക്സ് ജ്യൂസർ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പൊക്കെ കണ്ടില്ലേ. ഇത് നന്നായിട്ട് ഇങ്ങനെ നമുക്ക് എവിടെ വേണേലും ഇത് വെക്കാനായിട്ട് പറ്റും. വാക്കുമാണ് ഇതിൻ്റെ അടിയിൽ. റബ്ബർ ബുഷ് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ്സിലാണെങ്കിലും നല്ല ടൈറ്റ് ആയിട്ടിരുന്നോളും, ഒരു പ്രശ്നവും വരത്തില്ല. ഇനി ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴുള്ള ഈ രീതിയിലാണ് കാണുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പാക്കിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ജ്യൂസർ. ഇതിനകത്താണ് ഇതിൻ്റെ മോട്ടറും കാര്യങ്ങളും ഒക്കെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇവിടെ മേളിൽ നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാവുന്ന ഒരിതുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് വെജിറ്റബിൾ ജ്യൂസ് ഉണ്ടാക്കാം, ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ വെജിറ്റബിൾ ആണേലും ഫ്രൂട്ട് ആണേലും രണ്ട് രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും. പിന്നെയുള്ളത് നമുക്ക് ഇതിനകത്തുനിന്ന് വരുന്ന ജ്യൂസ് കളക്ട് ചെയ്യാൻ വേണ്ടി 1 ലിറ്ററിൻ്റെ ഒരു ജഗ്ഗുണ്ട്, അടപ്പുള്ള ജഗ്ഗാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഇങ്ങനെ ഒരു റബ്ബർ വാൽവാണ്. ഇത് നമുക്ക് ഈ ഒരു വാൽവിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ്. കൂടുതൽ ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഇത് ക്ലീൻ ചെയ്യാനുള്ള ഒരു ബ്രഷാണ്. ഇത്രയും ആണ് ഈ ഒരു പാക്കിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ഒരു പ്രോഡക്റ്റിന് 2 വർഷത്തെ ഓൺസൈറ്റ് വാറണ്ടി ഉണ്ട്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഈ കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഈ പ്രോഡക്റ്റ് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ വന്ന് അവർ സർവീസ് ചെയ്ത് തരും. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് നോക്കാം. അപ്പം ഇതിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ ക്ലിപ്പാണ് വരുന്നത്. അപ്പം ഇതിന് ഇങ്ങനെ 2 സൈഡിൽ ക്ലിപ്പാണ് വരുന്നത്. അപ്പം നമുക്ക് ഈ ക്ലിപ്പ് ഇങ്ങനെ ഊരിയെടുക്കാം. ഇങ്ങനെയാണ് ക്ലിപ്പ് ഊരിയെടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെയായി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു കൊളുത്ത് 2 സൈഡിലെയും ഓപ്പൺ ആക്കി. ഇനി നമുക്കിത് പാർട്സ് ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഏറ്റവും ടോപ്പിലെ പാർട്ട്. ഇത് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ അടുത്തത് നമുക്ക് ഈ പാർട്ടാണ്. ഇതും നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ ഉള്ളത് ഇതാണ് ഇതിൻ്റെ ഒരു ബ്ലേഡ് എന്ന് പറയുന്നത്. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ മേളിൽ ഇവിടെയാണ് ഇതിൻ്റെ ബ്ലേഡ് വരുന്നത്. ഇതാണ് നമ്മുടെ ബുഷ്, ഇങ്ങോട്ട് ടച്ച് ചെയ്തിരിക്കാനുള്ള ബുഷ്, മിക്സിക്കൊക്കെ വരുന്ന പോലത്തെ ബുഷ്. അപ്പം ഇതിനകത്തോടെയാണ് നമ്മൾ ഇടുന്ന വെജിറ്റബിൾ അരിച്ച് പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം ഇതാണ് ഇതിൻ്റെ പൾപ്പ് കളക്ടർ. അതായത് നമ്മളിപ്പോൾ മിക്സിയിലൊക്കെ ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാം കൂടെ അരഞ്ഞല്ലേ വരുന്നത്, അതിൻ്റെ പൾപ്പും ജ്യൂസും എല്ലാം കൂടെ ഒന്നിച്ച് വരും. അപ്പോൾ ഇതിനകത്താണെങ്കിൽ അതിൻ്റെ പൾപ്പ് സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് ജ്യൂസ് തന്നെയാണ്, ഫ്രഷ് ജ്യൂസ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് ഇത് നമുക്ക് പാർട്സ് ആയിട്ട് മാറ്റാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ബ്രഷ് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ ബ്രഷ് വെച്ച് നമുക്ക് ഇതിനകമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് തരുന്നത്. അതുപോലെ ഇത് നമുക്ക് വാഷ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് നമുക്ക് തിരിച്ച് അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. ഇത് വെച്ചു. ഇനി നമുക്ക് ഈ ബ്ലേഡ് വെക്കാം. ഈ ഒരു ബ്ലേഡ് കണ്ടോ, ഇത് മിക്സിയുടെ ബ്ലേഡ് പോലെയല്ല. ഇതിനകത്ത് ശരിക്കും നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞ് പിഴിയുന്ന ആ ഒരു രീതിയാണ്. അരയുമല്ല, ശരിക്കും അരിഞ്ഞ് പിഴിയുന്ന രീതിയാണ്. ആ ഒരു രീതിയിലുള്ള ബ്ലേഡാണ് ഇവത്തേൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബ്ലേഡ് നമുക്ക് റിമൂവ് ചെയ്യുകയോ മാറ്റാനോ ഒന്നും പറ്റത്തില്ല. ഈ ഒരു ബ്ലേഡ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഇതിവിടെ വെച്ചു. ഇനി നമുക്ക് ഈ റിമ്മ് ഇവിടെ സെറ്റ് ചെയ്യണം. ഇതിന് മേളിലേക്കാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത്. ഇത് വെച്ചു. ഇനി ഇത് ലോക്ക് ചെയ്യുക. ഈ ലോക്ക് ചെയ്യുന്നത് ഇപ്പത്തേലേക്ക് ഇങ്ങനെ കൊളുത്ത് പോലെ ഇട്ടിട്ട് താഴെ വശം പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് സെറ്റായി. ഇപ്പം നമുക്ക് ഫ്രൂട്ട്സ് ജ്യൂസ് ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഈ ഒരു സാധനമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇടുക. അതിനുശേഷം ഇതുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇത് കറണ്ടയിൽ കൊടുക്കണം കേട്ടോ.
ഇതിൻ്റെ 2 പിന്നാണ് ഇതിൻ്റെ പവർ കോഡ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഫ്രൂട്ട്സ് ഇട്ടു. അതിനുശേഷം ഇത് പ്രസ് ചെയ്തിട്ട് ഇത് കണ്ടോ സ്വിച്ച് തിരിച്ചു കൊടുക്കുക. ഇങ്ങനെ 2 ഇതേ ഉള്ളൂ സ്വിച്ച് തിരിക്കാൻ, 1 2. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ അത് അരഞ്ഞ് ജ്യൂസ് വന്നു കഴിയുമ്പോൾ ഇത് നമ്മൾ എടുക്കുക, വീണ്ടും നമ്മൾ നമ്മുടെ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക, ഇത് വെച്ച് പ്രസ് ചെയ്യുക, ഇത് തിരിക്കുക. അങ്ങനെയാണ് ജ്യൂസ് വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ ജാറ് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുണ്ട്, ഇത് കറക്റ്റ് ഇതിന് പാകമായിട്ടുള്ള ജാറാണ്. നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഇത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വെക്കുന്നു, നമ്മൾ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നു, പ്രസ് ചെയ്യുന്നു, നോബ് തിരിക്കുന്നു. അപ്പം നമുക്ക് ഇതിനകത്തോടെ തന്നെ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കിട്ടും. ഇനി വെജിറ്റബിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സാധനമല്ല യൂസ് ചെയ്യേണ്ടേ, ഈ ഒരു സാധനമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതിനകത്തേക്ക് നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്ത് കൊടുത്തിടുന്നു. അതിനുശേഷം ഇത് വെച്ച് പ്രസ് ചെയ്യുന്നു, ഇത് വെച്ച് അടച്ചു വെച്ചിട്ട് നമ്മൾ നോബ് തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ജ്യൂസ് കിട്ടും. അങ്ങനെ ഇത് വെജിറ്റബിളിനുള്ളതും ഇത് നമ്മുടെ ഫ്രൂട്ട്സിനുള്ളതും, ഈ 2 എണ്ണം നമ്മൾക്ക് മാറ്റിയിടേണ്ടതായിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ജ്യൂസായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ വെജിറ്റബിൾ ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും മിക്സിയുടെ ജാറിൽ അരച്ച് കഴിയുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ അരഞ്ഞ് വരുന്നത് അതിൻ്റെ പൾപ്പും എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും, കുടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതിനകത്താകുമ്പോൾ നമുക്ക് കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് അതിൻ്റെ ജ്യൂസ് മാത്രം കിട്ടും. നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുന്ന പോലെ ജ്യൂസ് മാത്രം കിട്ടും. ഇതിനകത്ത് കളക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇത് ഈ ലിഡ് വെച്ച് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വേണേലും സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി ഇതിൻ്റെ റേറ്റിനെ പറ്റി പറയാം. റേറ്റിൻ്റെ കാര്യം വരുമ്പോഴാണല്ലോ എല്ലാവർക്കും എന്നോടൊരു ദേഷ്യം. ഞാൻ റേറ്റ് പറയുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഫിലിപ്സിൻ്റെ വീഡിയോയിൽ റേറ്റ് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് കുറേ പേര് കുറേ അതും ഇതൊക്കെ പറഞ്ഞു. സത്യമായിട്ട് ഞാൻ അതിനകത്ത് റേറ്റ് പറയാൻ മറന്നുപോയതാണ്. പെട്ടെന്ന് അതെല്ലാം കൂടി എടുത്തു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ MRP പറയാൻ മറന്നുപോയി. പക്ഷെ അതിന് മുമ്പ് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തപ്പം എല്ലാം കറക്റ്റായിട്ട് റേറ്റ് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ റേറ്റ് പറഞ്ഞപ്പോൾ അതിന് വേറെ കുറേ കുറ്റങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ റേറ്റ് പറഞ്ഞാലും റേറ്റ് പറഞ്ഞില്ലെങ്കിലും എന്തായാലും കുറ്റം വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് MRP വരുന്നത് 5500 രൂപയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് കാണാം. അപ്പോൾ ആമസോണിൽ ഇതിന് 14% ഡിസ്കൗണ്ട് ഇട്ടാണ് വിൽക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിനൊരു 25% ഡിസ്കൗണ്ടിലാണ് ഈ പ്രോഡക്റ്റ് വിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ. അപ്പോൾ അത്രയും വില വ്യത്യാസം വരുമ്പം ഒരു കാര്യം മനസ്സിലാക്കുക, പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഏത് പ്രോഡക്റ്റ് നമ്മൾ ആമസോണിൽ നോക്കിക്കഴിഞ്ഞാലും റേറ്റ് കൂടുതലായിരിക്കും. കാരണം ഇപ്പം സപ്പോസ് നമ്മൾ ഫിലിപ്സിൻ്റെ ടോർച്ച് വിൽക്കുന്നുണ്ടല്ലോ, അതിലെ ഏറ്റവും വലിയ 2 മോഡൽ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൺലൈനിലേക്കാളും നമ്മൾ വില കുറച്ചാണ് വിൽക്കുന്നതെന്ന്. അപ്പോൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മൾ കൊടുക്കുന്ന വിലയേക്കാളും ഏകദേശം 1000 രൂപയ്ക്ക് മേളിൽ കൂട്ടിയിട്ടാണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അതെ ആ ഒരു ടോർച്ച് വിൽക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ? അതായത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റും ഓൺലൈൻ സൈറ്റിൽ അധികം ഡിസ്കൗണ്ട് ഇട്ട് അവർ വിൽക്കാറില്ല. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. കാരണം അതിൻ്റെ ഒന്നും ഒരു പഴയ സ്റ്റോക്ക് വരാൻ സമയമായില്ല, അതുപോലെ കംപ്ലൈൻറ്റുകൾ വരാൻ സമയമായില്ല, ഡാമേജ് പ്രോഡക്റ്റുകളൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ആ പ്രോഡക്റ്റിന് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിനും ഓൺലൈൻ സൈറ്റിൽ അധികം വിലക്കുറവില്ലാത്തത്. ഇപ്പം നമ്മളാണേലും ആ ടോർച്ചാണേലും ഇതുപോലെ എന്ത് സാധനമാണേലും ന്യൂലി ലോഞ്ചിൽ എന്ത് പ്രോഡക്റ്റ് ആണേലും നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ലാഭം എടുത്തിട്ടാണ് നമ്മൾ ഈ ഇത്രയും 25% വില കുറച്ചിടുന്നത്. അപ്പോൾ അതിലും അവർ വില കൂട്ടി വിൽക്കുന്നതെന്ന് പറയുമ്പം അവർ എത്ര ഹ്യൂജ് പ്രോഫിറ്റ് എടുത്താണ് അത് വിൽക്കുന്നതെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അതേസമയം ഇപ്പം ഞാൻ ഐബെല്ലിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ ഇടുമ്പം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ഇടുമ്പം പലരും വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, ഫ്ലിപ്കാർട്ടിൽ അത്രേ വിലയുള്ളൂ, ആമസോണിൽ ഇത്രേ വിലയുള്ളൂ, ഇവർക്ക് ഭയങ്കര വിലയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ, അതൊക്കെ കാലങ്ങളായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ അത് ഒരുപാട് ഡാമേജ് വരുന്നുണ്ട്, കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അതുപോലെ കടകളിൽ വിൽപ്പനയില്ലാതെ ചിലപ്പോൾ എടുത്ത സ്റ്റോക്ക് വെറുതെ ഇരുന്ന് പോവാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് കംപ്ലൈൻറ്റ്, ചിലപ്പോൾ സ്റ്റോക്ക് നമ്മൾ എടുക്കുമ്പോൾ കംപ്ലൈൻ്റ് ആണെങ്കിൽ അത് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന പ്രോഡക്റ്റുകളൊക്കെ അവരത് റിപ്പയർ ചെയ്ത് നന്നാക്കി പുതിയൊരു കവർ അടിച്ച് അല്ലെങ്കിൽ ആ കവറിന് കുഴപ്പമില്ലെങ്കിൽ അതിൽ തന്നെ ഇട്ട് അവർ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിന് ഭയങ്കര റേറ്റ് കുറയ്ക്കുന്നത്. അപ്പോൾ അവർ നോക്കുമ്പം ആ ഒരു പ്രോഡക്റ്റിന് 100 രൂപയെ കിട്ടിയുള്ളെങ്കിൽ അവർക്കത് ലാഭമാണ്, മുടക്ക് മുതൽ കിട്ടും. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിനും
ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒന്നും വിലക്കുറവുണ്ടായിരിക്കില്ല. വില കുറച്ച് അവർ വിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം കാണും. ഇപ്പം നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വാങ്ങുമ്പോഴാണേലും അറിയാം, നമ്മൾ വില കൂടിയ ഫോണൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നോക്കുമ്പോൾ അതിനകത്ത് ചില ഫോണിനൊക്കെ റീഫർബിഷ്ഡ് എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരിക്കും, പ്രത്യേകിച്ച് ഐഫോണിനൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാനിപ്പുലേഷൻ വന്നേച്ച് ഇറക്കി വിടുന്ന ഫോണുകളാണ്. അതുപോലെ തന്നെയാണ് എല്ലാ പ്രോഡക്റ്റുകളും, ഇലക്ട്രോണിക് പ്രോഡക്റ്റുകളെല്ലാം അങ്ങനെയാണ്. ഇങ്ങനെ കംപ്ലൈൻറ്റ് വരുന്നത്, ഡാമേജ് വരുന്നത്. ഇപ്പോൾ ടോർച്ചൊക്കെ ആണെങ്കിൽ ചിലപ്പം ഇങ്ങനെ ഉണ്ടാക്കി മാനുഫാക്ചർ ചെയ്ത് കുറേ നാൾ സ്റ്റോക്ക് ഇരുന്ന് കഴിയുമ്പോൾ അതിനകത്ത് ബാറ്ററിക്ക് ക്ലാവ് പിടിക്കാം. ബാറ്ററി ഇടുന്ന നെഗറ്റീവ് പോസിറ്റീവ് പോളിന് ക്ലാവ് പിടിക്കാം. അപ്പം അങ്ങനെയുള്ളതൊക്കെ റിട്ടേൺ ചെയ്യുമ്പം അത് സർവീസ് ചെയ്ത് നന്നാക്കി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ട് പരമാവധി വില കുറച്ച് അവർ വിൽക്കാൻ നോക്കും. ഞാനീ പറഞ്ഞ പോലെ 100 രൂപ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ലാഭമാണ്. അങ്ങനെയാണത് വിറ്റ് അത്രയും വില കുറച്ച് വിൽക്കുന്നത്. അപ്പോൾ അതുകൂട്ട് പ്രോഡക്റ്റ് ഒക്കെ വാങ്ങുമ്പം അത് വാങ്ങിയിട്ട് ചിലപ്പോൾ ചിലതൊന്നും വർക്ക് ചെയ്യത്തില്ല, അല്ലെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും. അപ്പോൾ ചിലർക്കൊക്കെ അങ്ങനത്തെ പ്രോഡക്റ്റ് കിട്ടും, പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും. അതുകൊണ്ടാണ് അവർ പിന്നെ വന്നേച്ച് നമ്മളൊരു പുതിയ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഓടി വന്ന് അതിൻ്റെ താഴെ കമൻ്റ് ഇടും, അയ്യോ ഇത് വാങ്ങരുത്, ഭയങ്കര ചീത്ത പ്രോഡക്റ്റാണ്, മോശമാണെന്നൊക്കെ. അപ്പോൾ ഇത് കൂട്ട് അബദ്ധങ്ങളാണ് പലർക്കും സംഭവിക്കുന്നത്. എന്ന് വെച്ച് പുതിയ പ്രോഡക്റ്റിന് കംപ്ലൈൻറ്റ് വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കംപ്ലൈൻറ്റ് വരാം. പക്ഷേ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും നമ്മൾ ഷോപ്പുകളിൽ വിൽക്കുന്ന സാധനങ്ങളും തമ്മിൽ ഇത്രയും വില ഡിഫറൻസ് വരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നവർ അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റ് വേണ്ടവർ ഷോപ്പിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക. ഇനി പ്രോഡക്റ്റ് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിലുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, പ്രോഡക്റ്റ് അയച്ചു തരാം. അതുപോലെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിരിക്കുന്നത് വെറുതെ കൊടുത്തിരിക്കുന്നതല്ല. നിങ്ങൾക്ക് പ്രോഡക്റ്റിനെ പറ്റി അതിൻ്റെ വിലയോ കാര്യങ്ങളോ എന്തറിയണമെങ്കിലും ആ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി, കൃത്യമായിട്ട് അതിൻ്റെ വിലയും കാര്യങ്ങളും പറയും. നിങ്ങൾ യൂട്യൂബിൽ കിടന്ന് ഇങ്ങനെ കരഞ്ഞു പോകുന്ന സമയവും ഇത്രയും കമൻറ്റ് എഴുതുന്ന സമയം ഒന്നും വേണ്ട. വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ്, ഇന്ന പ്രോഡക്റ്റിൻ്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി കൃത്യമായിട്ടും തന്നിരിക്കും. അപ്പോൾ പുതിയൊരു പ്രോഡക്റ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.